പ്രൈസ് ദ ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതലുള്ള വാക്യത്തെ ആസ്പദമാക്കിയാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിനു നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. പ്രിയരെ, നോക്കൂ, ഈ ഹല്ലേലൂയ വചനം തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിലും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് വിധവയുടെ 2 കാശ്, 1 പൈസയ്ക്ക് ശരിയായ 2 കാശ്. നോക്കൂ, ദരിദ്രയായ വിധവ കൊടുക്കുന്നതിനെ ദൈവം എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ യേശു ഒരു പാഠം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരുവൻ കൊടുക്കുന്ന തുകയിലല്ല, കൊടുക്കുന്നതിനുള്ള അവൻ്റെ ആ ത്യാഗത്തിൻ്റെ അളവിലാണ് അവൻ്റെ ദാനം നിർണയിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ധനവാന്മാർ എല്ലായ്പ്പോഴും അവരുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഹല്ലേലൂയ, ഈ വിധവയായ സ്ത്രീ അവളുടെ ഉപജീവനമൊക്കെയും അവളുടെ വഴിപാടിലൂടെ സമർപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കൊടുപ്പാൻ സാധ്യത ഉള്ളിടത്തോളം അവൾ കൊടുത്തു. പക്ഷേ ധനവാന്മാർ എങ്ങനെയാണ്? ഹല്ലേലൂയ, അവർക്ക് പ്രത്യേകം ഇതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അവർക്കുള്ളതിൽ നിന്ന് അവർക്ക് സ്വല്പം ഇട്ടാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. ഇവളുടെ ഉപജീവനം മുഴുവനുമാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നോക്കൂ, എല്ലാവരും പറയുന്നത് പോലെയല്ല ഇവിടെ പറഞ്ഞു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, പ്രിയ മക്കളെ, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ട് ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും ഒരു ഉപജീവനം മുഴുവനും ഇട്ടു എന്നാണ്. ഹല്ലേലൂയ. ഇവിടെ യേശു തുകയുടെ വലിപ്പത്തെ അല്ല കാണിക്കുന്നത്, അവളുടെ ആ തുറന്ന മനസ്സ്, സ്നേഹം, ഭക്തി, ഹല്ലേലൂയ, അതൊക്കെയാ അളക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മളായാലും അല്പസ്വല്പമൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ ഹല്ലേലൂയ ചർച്ചിൽ കൊണ്ടുവെക്കുന്നത്. നോക്കൂ, ദൈവം ആരെയും കൈവിടുകയില്ല. ഹല്ലേലൂയ. ഏകരായവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ, വിധവമാരായവരെ ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യും. ഹല്ലേലൂയ. നാം ഒരു വസ്തുത മനസ്സിലാക്കണം. നമ്മുടെ പ്രവൃത്തിയും ശുശ്രൂഷയും ദൈവം വിധിക്കുന്നത് അതിൻ്റെ വലിപ്പം, സ്വാധീനം, വിജയം എന്നിവ അടിസ്ഥാനമാക്കിയല്ല. ഹല്ലേലൂയ. നേരെ മറിച്ച് ആത്മാർത്ഥമായ സമർപ്പണം, വിശ്വാസം, സ്നേഹം, ത്യാഗം എന്നിവയുടെ അളവനുസരിച്ചാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്കും, മറ്റുള്ളവരെ ഈ വിധവയായ സ്ത്രീ നോക്കിയില്ല. അവർ എത്രയാണ് കൊടുക്കുന്നത്, എങ്ങനെയാ കൊടുക്കുന്നത് എന്നൊന്നും. ഹല്ലേലൂയ. നോക്കൂ, മറ്റുള്ളവർ എന്ത് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രിയരേ മക്കളെ, ആ വിധവ അതാണ് നോക്കിയതെങ്കിൽ നാമും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമുക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ നോക്കിയല്ല ചെയ്യേണ്ടത്. നമുക്കുള്ളത് നമ്മൾ അർപ്പിക്കുമ്പോൾ സ്വയസമർപ്പണത്തോടെ, ആത്മാർത്ഥതയോടെ ദൈവസന്നിധി സമർപ്പിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കൊടുക്കുന്നതിലുപരിയായിട്ട് യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അവളുടെ ഉപജീവനം മുഴുവനുമാണ് സമർപ്പിച്ചത്. പ്രിയരെ, നമുക്ക് ഹല്ലേലൂയ ഉള്ളത് മുഴുവനും, ഇല്ലായ്മയിൽ നിന്ന് ലഭിച്ചത് മുഴുവനും മനസ്സോടെ അപ്പൻ്റെ
സന്നിധിയിൽ അർപ്പിക്കുകയാണെങ്കിൽ അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 20-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. ഹല്ലേലൂയ. ഇന്നെല്ലാവർക്കും എന്താണ്? മഹാനാകുവാനാണ് ഇഷ്ടം. ഹല്ലേലൂയ. ആരുടെ ശുശ്രൂഷക്കാരായി നിൽക്കുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ചെറിയവരിൽ നിന്ന് ഹല്ലേലൂയ നമ്മൾ ഓരോന്നും പഠിക്കണം. ഹല്ലേലൂയ. ഈ വിധവയായ സ്ത്രീ, ഹല്ലേലൂയ, യേശുപ്പച്ചൻ വിധവയായ സ്ത്രീയെ കണ്ട് ഹല്ലേലൂയ. ഇന്നെന്താ എല്ലാവരും മഹാന്മാരെ നോക്കുന്നത്? ആരാണ് മുൻസ്ഥാനത്ത് നിൽക്കുന്നതെന്നാ നോക്കുന്നത്? നമ്മുടെ അപ്പൻ നോക്കുന്നത് ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയുമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കടന്നു വന്ന ജീവിതങ്ങളെ അപ്പൻ നോക്കുന്ന. ഹല്ലേലൂയ. ധനികരെന്താ? തങ്ങൾക്കുള്ള സമൃദ്ധിയിൽ നിന്നും മറ്റുള്ളവരുടെ മുമ്പാകെ ഭക്തി പ്രകടിപ്പിക്കുവാൻ വേണ്ടി അവർ വഴിപാട് നൽകി. ഹല്ലേലൂയ. അവർ കാണത്തക്കവണ്ണമായിരിക്കും ഇട്ടത്. ഹല്ലേലൂയ. അവർ പൊക്കിയൊക്കെ ആയിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ പോക്കറ്റിലൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ പേഴ്സൊക്കെ തുറന്ന് കാണിച്ചൊക്കെ ആയിരിക്കും ഇട്ടത്. ഹല്ലേലൂയ. പക്ഷേ ഈ വിധവ തന്റെ ദാരിദ്ര്യത്തിൽ നിന്നും ആവശ്യത്തിൽ നിന്നും തന്റെ അവസാനത്തെ പൈസ നൽകിയാണ്. ഇവൾക്ക് പല ഹല്ലേലൂയ ആവശ്യങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നവരുടെ ഉപജീവനം മുഴുവനും നൽകിയെന്നാണ് പ്രിയതേ മക്കളെ. ഹല്ലേലൂയ. ധനികന്മാർ എന്താ? മനുഷ്യരുടെ പ്രശംസയ്ക്ക് മുൻസ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ ഈ വിധവ എന്താ ചെയ്തത്? നിശബ്ദമായി കർത്താവിന് മുൻസ്ഥാനം കൊടുത്തു. ഹല്ലേലൂയ. എന്നെ ആരും അറിയണ്ട, എന്നെ ആരും കാണണ്ട എന്നൊക്കെ പറഞ്ഞ് പമ്മിയിരിക്കുന്ന ജീവിതമേ, നിങ്ങളെ കാണുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. നമ്മെ മനസ്സിലാക്കുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ശോധന ചെയ്യുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ഈ വിധവയ്ക്കറിയാം, എൻ്റെ ഈ 2 കാശ് അപ്പന്റെ മുമ്പാകെ സമർപ്പിക്കുകയാണെങ്കിൽ അന്ത്യം വരെ നടത്തുവാൻ ശക്തനായ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടുന്നതൊക്കെയും നൽകി തരും. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ, ഭാരത്തോടെ പ്രയാസത്തോടെ നിങ്ങളുടെ വിഷയത്തിന്റെ മുമ്പിലാണെങ്കിൽ, ഹല്ലേലൂയ, ആത്മീയമായി ഭൗതികമായി ഞെരുക്കത്തിലാണെങ്കിൽ യേശുവിന്റെ സന്നിധിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കേ. ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ പൂർണ്ണതയോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരിക. ഹല്ലേലൂയ. നോക്കൂ, നാം എല്ലാം കാണും ധനികരെയാ, പക്ഷെ യേശു അപ്പച്ചൻ ഇതുപോലെയുള്ളവരെ കാണുന്നത്. യേശു ഒഴികെ മറ്റാരും തന്നെ ഈ വിധവയെ ശ്രദ്ധിച്ചു കാണത്തില്ലായിരിക്കും. ഹല്ലേലൂയ. നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു പിതാവുണ്ട് പ്രിയരേ മക്കളെ. പ്രിയരെ, നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ മുമ്പാകെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമുക്ക് തന്നെ കഴിവിനെ നമുക്ക് ഉപയോഗിക്കാം. ഹല്ലേലൂയ. നോക്കൂ, എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. മറ്റുള്ളവരെ, പാവപ്പെട്ടവരെ, ഹല്ലേലൂയ, മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ ജീവിതങ്ങളെ നമ്മൾക്ക് സഹായിക്കുവാൻ കഴിയുമോ അവർക്ക് വേണ്ടുന്ന നമ്മൾ ചെയ്തു കൊടുക്കുക. ഹല്ലേലൂയ. ഈ വിധവ ചെയ്തതുപോലെ പൂർണ്ണമായ സമർപ്പണത്തിൽ നാം ആയിത്തീർന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മെ കാണുന്ന അപ്പച്ചൻ. ഹല്ലേലൂയ. ധനികര് പലരും അവിടെ ഇട്ടു. ഹല്ലേലൂയ. യേശുപ്പച്ചൻ അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ വിധവയായ സ്ത്രീയെ കർത്താപ്പച്ചൻ ഉയർത്തി. ഹല്ലേലൂയ. അവളുടെ പേരാണ് അവളെ കാണിച്ചത്. ഹല്ലേലൂയ. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ടവൻ ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. പ്രിയതേ മക്കളെ, നാം സമർപ്പണത്തോടെ നമുക്ക് തന്നത് ഹല്ലേലൂയ യേശുപ്പച്ചന് സന്നി വിശ്വസ്തയോടെ പൂർണ്ണതയോടെ ചെയ്യുകയാണെങ്കിൽ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ഈ വിധവയെ ഹല്ലേലൂയ കർത്താവ് എടുത്തുപയോഗിച്ചെങ്കിൽ, അവളുടെ പേരെടുത്തു പറഞ്ഞെങ്കിൽ നമ്മെ മാനിക്കുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ കരുതുന്നത്. വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തനായ ദൈവം നമ്മുടെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ഒരുത്തനും അനുസരിക്കുമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവനെ ദൈവപ്രസാദം ലഭിക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാപ്തി ഉള്ളിടത്തോളം നമ്മൾ കൊടുക്കുവാൻ മനസ്സുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ പ്രവൃത്തിയിലൂടെ നമ്മൾ നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവ സാന്നിധ്യം അവിടുന്ന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ.
അതായത് പല വാക്യങ്ങളും ഹല്ലേലൂയ നമുക്ക് നോക്കുമ്പോൾ കാണാം. അതായത് യോഹന്നാന്റെ 1-ാം ലേഖനം 3:17 പറയുന്നുണ്ട്, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? പ്രിയ മക്കളെ, മറ്റുള്ളവർക്ക് മുട്ടുള്ളതാണോ നമ്മുടെ പക്കൽ കൊടുക്കുവാനുണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുവാൻ നമ്മൾ താല്പര്യം കാണിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രവൃത്തിയിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്നത്തെ വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നപ്പാ, നമുക്കുള്ളത് അപ്പൻ്റെ സന്നിധി സമർപ്പിപ്പാൻ നല്ലൊരു മനസ്സ് എല്ലാവർക്കും കൊടുക്കണമേ കർത്താവെ. ഓരോരുത്തരും സമർപ്പിക്കുന്ന ദിനമായി തീരുവാൻ ദൈവം സഹായിക്കണം കർത്താവെ. ആ വിധവയായ സ്ത്രീയെ കർത്താവ് കണ്ടതുപോലെ പലരും ഇന്ന് ഹല്ലേലൂയ ആരും കാണലെന്ന് പറഞ്ഞ് പതുങ്ങിയിരിക്കുന്ന ജീവിതങ്ങള് ഇന്ന് വചനം കേൾക്കുന്നവരുണ്ട്. അപ്പാ, അവരെയൊക്കെ ഒന്ന് സന്ദർശിക്കണമേ. അവരോടൊക്കെ ഒന്ന് മനസ്സലിഞ്ഞ് അവരുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യണം കർത്താവേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.